ഇവിടെ വന്നിട്ടാണ് എനിക്ക് നോട്ട്സ് എഴുതുന്നൊരു ശീലം വന്നത്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു എക്സാമിലും ഇപ്പോൾ നമുക്കൊരു PDF ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കുക അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് കുട്ടികളെല്ലാം നോട്ട്സ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ നോട്ട്സിൻ്റെ ഒരു ഹാബിറ്റ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ പഠിക്കുന്ന കേസ് ഗൂഗിളിൽ നിന്ന് അവിടെ നിന്ന് വെച്ചാൽ എൻ്റെ രീതിയിലുള്ള നോട്ട്സ് എഴുതും, പ്രിപ്പയർ ചെയ്യും. അപ്പോൾ വേറെ നമുക്ക് നോട്ട്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയായിരുന്നു ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ നോട്ട്സ് തന്നെയായിരുന്നു ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പമുള്ളവരെല്ലാവരും കോഴ്സ് കഴിഞ്ഞ് ജോലികൾക്കായി കയറി. അപ്പോൾ ഫാമിലിയിൽ നിന്നായാലും എൻ്റെ ഏറ്റവും സപ്പോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അച്ഛനും അമ്മ അനിയത്തിയായിരുന്നു ഏറ്റവും സപ്പോർട്ട്. എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്കിത് എങ്ങനെയും വേണം എന്നുള്ളൊരു വാശി മൈൻഡിൽ വേണം. എന്താ പറയുക, അതില്ലാണ്ട് നമുക്ക് നടക്കത്തില്ല. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗൗതമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സബ്ജക്റ്റിലാണ് ഗൗതം 2025 ഡിസംബർ സൈക്കിളിൽ JRF ക്വാളിഫൈ ചെയ്തത്. വെറുതെ JRF ക്വാളിഫൈ അല്ല, ഇന്ത്യയിൽ OBC കാറ്റഗറിയിൽ ഒരേ ഒരാൾക്കാണ് JRF കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ കൗണ്ട് ജനറലിലൂടെ കൂട്ടിയെടുത്താൽ മൂന്നാമത്തെ റാങ്ക് അല്ലേ? റാങ്ക് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഇന്ത്യയിലെ ടോപ്പ് 3 ഗൗതം ഉണ്ട്. എന്തായിരുന്നു ഗൗതം പഠിച്ച ബാക്ക്ഗ്രൗണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണല്ലോ, അതൊന്ന്. ഞാൻ എൻ്റെ UG ഞാൻ ചെയ്തത് ബോട്ടണി ബയോ കെമിസ്ട്രി ഒക്കെ പറഞ്ഞൊരു കോഴ്സിലായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ PG വന്നപ്പോൾ സ്ട്രീം ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളതിലേക്ക് പോയി. ഞാൻ പഠിച്ചത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിൻ്റെ ഓഫ് ക്യാമ്പസ് ആയിരുന്നു, ആൻഡമാൻ നിക്കോബാറിലായിരുന്നു എൻ്റെ ക്യാമ്പസ് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചത്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മുടെ ഫീൽഡിൽ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ടെക്നിക്കൽ സൈഡാണ്. ഞാൻ MSc പഠിച്ചത്, അപ്പോൾ MA ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നെറ്റ് എഴുതി അത് കഴിഞ്ഞാൽ നമുക്കൊരു റിസർച്ചിലേക്കാണ് കൂടുതൽ എൻ്റെ സീനിയേഴ്സ് ഉണ്ടായിരുന്നത്. ശരിക്കും PhD എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ UG കഴിഞ്ഞ ടൈമിലൊന്നും. പക്ഷേ അവിടെ ആൻഡമാനിലുള്ള സമയത്ത് ഫ്രണ്ട്സ് എല്ലാം കൂടുതലും PhD ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ PhD എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അപ്പോഴാണ് ഇങ്ങനെ വന്ന് എന്തായാലും 2 സൈക്കിൾ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അങ്ങനെയാണ് ഇങ്ങനെ എന്താ പറയുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്തായാലും PhD അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്തതാണ് ക്ലാസ്സൊക്കെ ആയിട്ട്. I+ എങ്ങനെ അറിഞ്ഞു? I+ ഈ ജേർണി എങ്ങനെ ഹെൽപ്പ് ചെയ്തു? I+ എന്തായാലും എനിക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് വേണമെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് ഓൺലൈൻ അങ്ങനെ റെഡി ആവില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഇതിലേക്കൂടെയൊക്കെ സാറിൻ്റെ ഇതിന് മുന്നേ ഞാൻ ഒരു വട്ടം ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ I+ വന്നു ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് അങ്ങനെ ജോയിൻ ചെയ്തെത്തിയത്. സാർ എന്തായാലും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അല്ലേ? വളരെ കുറച്ച് ആളുകൾ മാത്രം പഠിച്ചെടുക്കുന്ന അല്ലെങ്കിൽ റിസർച്ചിലേക്ക് പോകുന്ന മേഖലയിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരാളാവാൻ പറ്റട്ടെ എന്ന് ഞാൻ ഓൾറെഡി വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലോ പേപ്പർ 2 പഠിച്ചെടുക്കുക. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങി എങ്കിൽ പോലും നെറ്റിനനുസൃതമായിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ കിട്ടാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേപ്പർ 1 ഫുൾ സപ്പോർട്ട് നമ്മളോടൊപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പേപ്പർ 2 പഠിച്ചെടുത്തു? പേപ്പർ 2 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് ഒന്നുമില്ല. എൻ്റെ സബ്ജക്റ്റ് വന്നിട്ട് ഇതിപ്പോൾ 3ാമത്തെ സൈക്കിളാണ് വരുന്നത്. ഇതിപ്പോൾ 3ാമത്തെ സൈക്കിൾ അത്. അപ്പോൾ ഇതിന് മുന്നേ ഇപ്പം എൻ്റെ സീനിയേഴ്സിൽ ഒരാൾക്ക് JRF കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ആകെ പറഞ്ഞ കേസ്, കുറേ നോട്ട്സും പഠിക്കാണ്ട് സിലബസിലുള്ള കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ്റെ കുറച്ച് റിട്ടേൺ നോട്ട്സ് എനിക്ക് തന്നു. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനായിട്ട് എന്തായിരുന്നു ഓരോ ടോപ്പിക്ക് എടുക്കും, സിലബസ് എടുക്കും. അപ്പം ഏത് ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഗൂഗിൾ ചെയ്യും, ഇല്ലെങ്കിൽ ChatGPTയോ ജെമിനിയോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കും. ഓക്കെ. അപ്പം ഇവിടെ വന്നിട്ടാണ് എനിക്ക് നോട്ട്സ് എഴുതുന്നൊരു ശീലം വന്നത്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു എക്സാമിലും ഇപ്പോൾ നമുക്കൊരു PDF ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കുക അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് കുട്ടികളെല്ലാം നോട്ട്സ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ നോട്ട്സിൻ്റെ ഒരു ഹാബിറ്റ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ പഠിക്കുന്ന കേസ് ഗൂഗിളിൽ നിന്ന് അവിടെ നിന്ന് വെച്ചാൽ എൻ്റെ രീതിയിലുള്ള നോട്ട്സ് എഴുതും, പ്രിപ്പയർ ചെയ്യും. അപ്പോൾ വേറെ നമുക്ക് നോട്ട്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയായിരുന്നു ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ നോട്ട്സ് തന്നെയായിരുന്നു ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്ത്. ഇപ്പം എക്സാം കഴിഞ്ഞിട്ടായാലും ഇപ്പോൾ ജൂനിയേഴ്സ് ഫ്രണ്ട്സൊക്കെ നമ്മളോട് നമ്മുടെ നോട്ട്സ് ചോദിക്കുന്നതിന് ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എഴുതുന്ന ഹാബിറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തല്ലോ. ഞാനും എപ്പോഴും പറയുന്ന കാര്യമല്ലേ, എഴുത്. അതെ, കാരണം നമുക്ക് പിക്ചർ മെമ്മറി എന്ന് പറഞ്ഞൊരു കേസ് ഭയങ്കര ഉണ്ടല്ലോ. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കേസാണ്. നമുക്കൊരു ഫുൾ അറിഞ്ഞില്ലേ പോലും ഒരു ചെറിയൊരു പോയിന്റ് കിട്ടിയാൽ നമുക്കത് ഗസ് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മുടെ തലയിൽ ഒന്ന് ക്ലിക്ക് ആവുന്ന പോലെ ഒരു ഫീല് കിട്ടണമെങ്കിൽ അത് എഴുതുക തന്നെ വേണം. പലരും ചോദിക്കും, എന്താ പ്രിന്റഡ് ആയിട്ട് PDF കൊടുക്കുന്നതല്ലേ നല്ലത്, സമയലാഭം അല്ലേ? ശരിയാ, ചിലപ്പോൾ സമയലാഭം ഉണ്ടാവും, യൂസ്ഫുൾ ആവില്ല എന്നുള്ളതാണ് തോട്ട് പ്രോസസ്സ് ശരിവെക്കുന്നതാണ് ഗൗതമിന്റെ വാക്കുകളും. ഇൻ ജനറൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന് ഈ പരീക്ഷയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? സർ, മൈൻഡ് സെറ്റ് വേണം. കാരണം എല്ലാവർക്കും ഓരോ പേഴ്സണലായ കാര്യങ്ങളുണ്ട്.
എനിക്ക് എൻ്റേതായിട്ട് പേഴ്സണലായിട്ടൊരു റീസണോ കാര്യങ്ങളോ ഉണ്ട് ഈ എക്സാമിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പമുള്ളവരെല്ലാവരും കോഴ്സ് കഴിഞ്ഞ് ജോലികൾക്കായി കയറി. അപ്പോൾ ഫാമിലിയിൽ നിന്നായാലും എൻ്റെ ഏറ്റവും സപ്പോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അച്ഛനും അമ്മ അനിയത്തിയായിരുന്നു ഏറ്റവും സപ്പോർട്ട്. കാരണം ഒപ്പമുള്ളവരെല്ലാം ജോലിക്ക് കയറി. കാരണം നമ്മളൊരു ഫാമിലിയിലൊക്കെ എല്ലാവരും ചോദിക്കും കോഴ്സ് കഴിഞ്ഞ് ജോലിയായില്ലേ. അപ്പോൾ സ്ഥിരം ജോലിയാണ്. കാരണം അപ്പോൾ നമ്മൾ നെറ്റ് പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കേസാണ് വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ചുകൂടെ എന്നാണ്. അപ്പം ശരിക്കും നമ്മുടെ ഈ മൈൻഡ് സെറ്റിൽ നമ്മുടെ ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം തന്നെയാണ് 6 months. അപ്പോൾ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ. നമ്മളൊരു ക്വാളിഫയിങ് എക്സാമുമായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് എടുക്കണം ഇതിൻ്റെ അകത്ത്. അല്ലാണ്ട് നമുക്കൊരു കറക്റ്റ് ഒരു സ്കോറിൽ എത്തിക്കുക എന്നതല്ല. കാരണം നമ്മളൊരു സ്കോറിൽ എത്തിച്ചാൽ ചിലപ്പോൾ വേറൊരാളത് മറികടന്ന് അവനായിരിക്കും. അവൻ്റെ മാർക്ക് വെച്ചിട്ടാണല്ലോ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിന് എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്കിത് എങ്ങനെയും വേണം എന്നുള്ളൊരു വാശി മൈൻഡിൽ വേണം. എന്താ പറയുക, അതില്ലാണ്ട് നമുക്ക് നടക്കത്തില്ല. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഓഗസ്റ്റിൽ ഇവിടെ കോഴ്സിന് ജോയിൻ ചെയ്ത് ശരിക്കും ആദ്യമൊക്കെ ഈ പറഞ്ഞ നമ്മൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ മാറ്റിവെക്കൽ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ഇതാണ്. എനിക്കും അതുള്ളതാണ്. ഞാൻ ശരിക്കും ഒരു ഒക്ടോബർ തൊട്ടാണ് സാറേ പഠിച്ചു തുടങ്ങിയത്. ഒക്ടോബർ തൊട്ടിട്ട് കറക്റ്റ് ഒരു 80 days ഞാൻ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു വാശി വേണം. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെയാണ് വിശ്വസിപ്പിക്കേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള കേസ്. അപ്പോൾ ആ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സാർ. അതുപോലെ ഡ്രൈവും അല്ലേ, വാശി എന്നുള്ളതിനെ കുറച്ചുകൂടെ ഒരു ബെറ്റർ വാക്ക് കൊടുത്താൽ ഇന്റേണൽ ആയിട്ടൊരു ഡ്രൈവ് ഉണ്ടാവണം സാർ. കണ്ടിന്യൂസ് ബേസിസ് സ്റ്റുഡൻസിനോട് ഡയറക്റ്റ് ആയിട്ട് ഇനിയും തയ്യാറെടുക്കുന്ന ജൂനിയേഴ്സൊക്കെ ഇപ്പോൾ ഒന്ന് നോട്ട് വാങ്ങുന്നു, ഒരു നിങ്ങളെ ഇനിയും മാതൃകയാക്കി നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളോട് JRFലേക്കും നെറ്റിലേക്കും എത്താൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും കാരണം ഇത് ജസ്റ്റ് ഒരു എക്സാം ഇല്ലെങ്കിൽ ഒരു നമുക്കൊരു പൊസിഷനിലേക്ക് എത്തുന്നതിനേക്കാൾ ഉപരി എന്താ പറയുക, ഇത് നമ്മുടെ ലൈഫിൽ എന്നും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ 6 months എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ മുകളിലുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് കൂട്ടും. അത് നമ്മുടെ ലൈഫിൽ പിന്നീട് പല പല സിറ്റുവേഷൻസിൽ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ പരമാവധി നമ്മുടെ മാക്സിമം എഫേർട്ട് ഇതിനു വേണ്ടി കൊടുക്കുക. നമ്മുടെ ലൈഫിൽ എന്ത് അച്ചീവ്മെൻറ്റ്സിനും നമുക്കൊരു സാക്രിഫൈസ് ആവശ്യമാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട നമ്മുടെ ടൈം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും പറ്റും. ഓൾ ദ ബെസ്റ്റ്. തീർച്ചയായിട്ടും ഡോക്ടർ ഗൗതമായിട്ട് വേഗം കാണാൻ പറ്റട്ടെ. നിങ്ങളോടൊപ്പം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യലായിട്ട് ഗൗതമിനെ ഞങ്ങളുടെ ടീമായിട്ട് താങ്ക്ഫുൾ ആണ്. മുന്നോട്ടും എല്ലാവിധമായ ആശംസകളും. നമ്മുടെ കുട്ടികൾക്ക് ഗൈഡൻസ് ഒക്കെ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.